കഴിഞ്ഞ തവണ നിയമസഭയിൽ ശോഭാ സുരേന്ദ്രനും ഉണ്ടെങ്കിൽ ഒന്നായിട്ട് മലമറിക്കേനു എന്നാണ് നമ്മളെ സുരേഷ് ഗോപിച്ചേട്ടൻ പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം വിത്ത് നട്ടിട്ട് മുളച്ചില്ല. നിങ്ങളൊന്ന് കേട്ടോക്കി. മനസ്സിലാക്കിക്കോ, സുരേന്ദ്രനെയും ശോഭാ സുരേന്ദ്രനെയും പോലെ രണ്ട് വിത്ത് കഴിഞ്ഞ തവണ ആ നിയമസഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ മര്യാദയ്ക്ക് കട്ടെടുത്തോണ്ട് പോയി ആ സ്വർണം ഇവിടെ കൊണ്ടുവന്ന് വെക്കടോ എന്ന് പറയുന്ന ശബ്ദമുയർന്നേന്. അപ്പൊ കേട്ടില്ല നിങ്ങള്? ഇവര് മലമറിക്കുന്നത് എങ്ങനെയെന്നും കൂടി കാണണ്ട നിങ്ങൾക്ക്. ഇനി ഇവര് നിയമസഭയിലും കൂടി എത്തിയിട്ടുണ്ടെങ്കിൽ എന്തായാലും നട്ട വിത്ത് മുളക്കാത്തത് നന്നായി എന്ന് പറയാ. വിത്ത് നടുമ്പം തന്നെയുള്ള രൂപങ്ങൾ കണ്ടോളി. പക്ഷേ ഇതിൽ നമ്മുടെ പ്രശ്നത്തിലുള്ളൂ, മാഷയുടെ കയ്യില് ഇപ്പൊ വന്നിട്ടുള്ള കുറച്ച് പൈസ ഉണ്ട്. ആ പൈസ ദാസേട്ടന് എത്രയും പെട്ടെന്ന് മേടിച്ചെന്നാ എനിക്ക് അതിന് കുറച്ച് പൈസ എടുക്കാനാണ്, അല്ലാണ്ട് പുണ്യപ്രവർത്തി ചെയ്യാനല്ല. അല്ല, അത് നമുക്ക് ഉറപ്പാണല്ലോ, അത് പ്രശ്നമൊന്നുമില്ല. എനിക്ക് അതിന്ന് ഒരു 25 ലക്ഷം റുപ്യ എനിക്ക് കിട്ടിയാൽ എനിക്കിപ്പോ ഒരാളെ കൊണ്ട് വിളിച്ചു പഠിച്ചിട്ട് എനിക്കൊരു വലിയ പോസ്റ്റ് വരുന്നുണ്ട്, അത് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ശരി, ആയിക്കോട്ടെ. അപ്പൊ ഞാൻ ഈ കള്ളത്തരങ്ങളില്ല, എല്ലാ കാര്യം ഓപ്പണായിട്ട് പറയും, എന്താ കാര്യമുള്ളൂ. മാറ്റക്ക് ഈ പൈസ വന്നിട്ടുള്ളത് വേറെ വഴി കൂടിയാണ്. പിന്നെ നിതിൻ ഗഡ്കരിജി 1.5 വർഷം കഴിയുമ്പോ അദ്ദേഹം ഈ ഫീൽഡിൽ നിന്ന് മാറാൻ പോവുക. അപ്പൊ അവിടെ കിടക്കുന്ന 1 കോടി റുപ്യ നമുക്ക് മേടിക്കണോ വേണ്ടയോ? അത് ചെക്ക് ചെയ്തെടുത്തോളോ, ഇല്ലെങ്കിൽ അത് കിട്ടിക്കാനുള്ള പരിപാടി അവിടെ നോക്കാം. ആയിക്കോട്ടെ. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ എന്തിനാണ് പ്രവർത്തിക്കുന്നത് എന്ന് പ്രേക്ഷകർക്ക് ബോധ്യമായിട്ടുണ്ടാവുമല്ലോ. പുണ്യപ്രവൃത്തി ചെയ്യാനല്ലെന്നും 25 ലക്ഷം രൂപ ആവശ്യമുണ്ടെന്നും അത് 1 കോടി രൂപ പിടിക്കാനാണെന്നും അതൊരു പോസ്റ്റിനു വേണ്ടിയാണെന്നും പറയുമ്പോൾ ഇപ്പോഴും BJPയുടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് ഈ ശോഭാ സുരേന്ദ്രൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചങ്ങായിമാരെ കേട്ടില്ലേ? വിത്ത് മുളക്കുന്നതിന്റെ മുമ്പ് തന്നെ എങ്ങനെയാണെങ്കിൽ വിത്ത് മുളച്ചു കഴിഞ്ഞാലുള്ള സ്ഥിതിയായി. ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ തന്നെ പറഞ്ഞോളി, അല്ലാത്ത